ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു ആസ് എ ലോ സ്റ്റുഡൻറ് വളരെ ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. രണ്ട് ലീഗൽ മാക്സിംസ് ആണ്. ഇഞ്ചൂറിയ സൈനി ഡാംനം, ഡാംനം സൈനി ഇഞ്ചൂറിയ. എന്താണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ ആൻഡ് ഡാംനം സൈനി ഇഞ്ചൂറിയ എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ലോ സബ്ജക്റ്റ് ടോർട്ട് മുതൽ ഒരു ലോ സ്റ്റുഡന്റ് പഠിക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് പറയപ്പെട്ടവ. ഇത് മനസ്സിലാക്കുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ് ഒരു ടോർഷ്യസ് ലയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഒരാൾക്കെതിരെ ഒരു ടോർട്ടിന്റെ പേരിൽ നമ്മളൊരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ കോടതിയിൽ നമ്മൾ ബേസിക് ആയിട്ട് തെളിയിക്കേണ്ട ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിന്റെ അകത്ത് വരുന്ന ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇഞ്ചൂറിയ സൈനി ഡാംനം, ഡാംനം സൈനി ഇഞ്ചൂറിയ. എസെൻഷ്യൽസ് ഓഫ് ദി ടോർട്ട് എന്നൊരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ രണ്ട് മാക്സിംസും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പല യൂണിവേഴ്സിറ്റികളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പല രീതിയിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ എന്നാൽ എന്താണ് ഡാംനം സൈനി ഇഞ്ചൂറിയ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് ടോർഷ്യസ് ആയിട്ടുള്ള ലയബിലിറ്റി അറൈസ് ചെയ്യാൻ വേണ്ട ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മാക്സിമിലൂടെ അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡാംനം സൈനി ഇഞ്ചൂറിയ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആഷ്പി വേഴ്സസ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസിന്റെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് തുടങ്ങിയ പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. സോ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇഞ്ചൂറിയ സൈനി ഡാംനം എന്നുള്ളതാണ്. ഡാംനം സൈനി ഇഞ്ചൂറിയ സൈനി ഡാംനം നേരത്തെ പറഞ്ഞതുപോലെ ഒരു എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ദി ടോർട്ട്, ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട്. എന്താണ് ടോർട്ട്? ബേസിക്കലി ടോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്രിമിനൽ നേച്ചറിൽ ഉള്ളതല്ലാത്ത സിവിൽ നേച്ചറിലുള്ള ചെറിയ ചെറിയ റോങ് ആയിട്ടുള്ള ആക്ടുകളെയാണ് ടോർട്ട് എന്ന് വിളിക്കുക. ഒരാള് മറ്റൊരാളെ കളിയാക്കി, അതൊരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ആണ്. ഒരാള് മറ്റൊരാളെ തള്ളിയിട്ടു, ഒരാള് മറ്റൊരാൾക്കെതിരെ എന്ത് ചെയ്തു, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രവൃത്തികൾ സിവിൽ നേച്ചറിലുള്ള, എന്നാൽ കോടതിയെ സമീപിച്ചിട്ട് മോണിറ്ററി കോമ്പൻസേഷൻ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന സിവിയർ അല്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ റോങ് ആയിട്ടുള്ള ആക്ടുകളെയാണ് ടോർട്ട് എന്ന് വിളിക്കുക. ടോർട്ടിന് ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളുണ്ട്. സാൽമന്റ് പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ട്, വിൻഫീൽഡ് പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സിവിൽ റോങ് ആണ്, ക്രിമിനൽ നേച്ചറിലുള്ളതല്ലാത്ത, സിവിൽ നേച്ചറിലുള്ള സിവിയർ അല്ലാത്ത ഒരു ചെറിയ ചെറിയ റോങ് ആയിട്ടുള്ള ആക്ടുകളെയാണ് ടോർട്ട് എന്ന് വിളിക്കുക. ഒരു ടോർട്ട് ഒരു സ്ഥലത്ത് നടന്നു എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഉദാഹരണത്തിന് ഷഹദ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്തു. ആരെടുത്ത്? തസ്ലീമ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അടുത്ത്. ഈ ഒരു ഇൻസ്റ്റൻസിൽ, ഈ ഒരു എക്സാമ്പിളിന്റെ അകത്ത് ഷഹദ ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്തു എന്നത് നമ്മൾ കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു പ്രൂവ് 3 essential elements. In order to constitute there is a tort has been committed in part of ഷഹദ. ഷഹദയുടെ ഭാഗത്ത് നിന്ന് ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഷഹദക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന ആൾ ഞാനാണെങ്കിൽ ഐ നീഡ് ടു എസ്റ്റാബ്ലിഷ് 3 basic elements. 3 കാര്യങ്ങൾ എനിക്ക് തെളിയിക്കണം. അതിൽ ഒന്നാമത്തതാണ് ഷഹദ ഏതെങ്കിലും രീതിയിലുള്ള റോങ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തെളിയിക്കാൻ സാധിക്കണം. റോങ് ആയിട്ടുള്ള ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ഒമിഷൻ ഷഹദ വരുത്തിയിട്ടുണ്ട്. എന്താണ് റോങ് ആയിട്ടുള്ള ആക്ട്, എന്താണ് ഇല്ലീഗൽ ഒമിഷൻ? റോങ് ആയിട്ടുള്ള ആക്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, സ്ട്രെയിറ്റ് അല്ലാത്തത്, തെറ്റായത് ചെയ്യുക. ഷഹദ മറ്റൊരാളെ കളിയാക്കി, ഡീഫമേറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് ക്ലിയർ കട്ട് എക്സാമ്പിൾ. ഷഹദ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തു, എനിക്ക് കോടതിയിൽ ഇത് തെളിയിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറയേണ്ടത് ഷഹദ ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്തു എന്ന് എനിക്ക് കോടതി തെളിയിക്കണമെങ്കിൽ ഫസ്റ്റ്ലി ഐ നീഡ് ടു പ്രൂവ് ദാറ്റ് ഷഹദ ഹാസ് കമ്മിറ്റഡ് ദിസ് റോങ്ഫുൾ ആക്ട്. അല്ലെങ്കിൽ ഷഹദ ഒരു ഇല്ലീഗൽ ഒമിഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. ഇല്ലീഗൽ ഒമിഷൻ എന്നാൽ എന്താണ്? ഷഹദ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ആസ് എ പോലീസ് ഓഫീസർ ഹെർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു പ്രൊട്ടക്ട് ദി സൊസൈറ്റി ഫ്രം ഒഫൻസസ്.
സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കലാപങ്ങളും പ്രതിസന്ധികളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടത് ഷഹദ എന്ന പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ഷഹദ കലാപം നടക്കുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കിയിരുന്നു അപകടങ്ങൾ ഒഴിവാക്കാതെ. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഷഹദ ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് ഒമിഷൻ. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു. ചെയ്യേണ്ട സമയത്ത് ആസ് എ പോലീസ് ഓഫീസർ ഷഹദ ചെയ്തില്ല. ഒമിഷൻ ആണ് അവിടെ നടന്നേക്കുന്നത്. അപ്പോ in order to establish a tortious act, tortious liability part of a person, we need to establish, firstly we need to establish there has been occurred എന്താണ് ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട്, റോങ് ആയിട്ടുള്ള ഒരു ആക്ട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ഒമിഷൻ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുക. ഞാൻ കോടതി പറയും ഷഹദ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷഹദ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ചെയ്യാതിരുന്നിട്ടുണ്ട്. ഒരു എലമെന്റ് ആയി. രണ്ടാമത്തെ എലമെന്റ് ആണ് ഷഹദയുടെ പ്രവൃത്തി മൂലം മറ്റൊരാൾക്ക് ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. യെസ്, ദിസ് ഇസ് ദി സെക്കൻഡ് എലമെന്റ്. ഷഹദയുടെ പ്രവൃത്തി, ഷഹദ ചെയ്ത റോങ് ആയിട്ടുള്ള ആക്ട്, ഡിഫെയിം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, തസ്ലീമനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ സൊസൈറ്റിയിൽ ഇത് കേട്ടപ്പോൾ തസ്ലീമക്ക് ഉണ്ടായിരുന്ന ഒരു റെപ്യൂട്ടേഷൻ, തസ്ലീമക്ക് സൊസൈറ്റിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന, സൊസൈറ്റി ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴേക്കും തസ്ലീമിനെ പറ്റി മോശമായി ചിന്തിക്കാൻ ജനങ്ങൾ തുടങ്ങി. അപ്പോൾ പഴയ ആ ഒരു അഭിമാനത്തിൽ ഒരു കോട്ടം സംഭവിച്ചു, ഒരു പിഴവ് സംഭവിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? തസ്ലീമയുടെ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, റൈറ്റ് ടു പ്രൈവസി, അതേപോലെ തന്നെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരാൽ മോശം പറയപ്പെടാതെ ജീവിക്കാനുള്ള അവകാശം തസ്ലീമക്ക് ഉണ്ട്. പക്ഷെ തസ്ലീമയുടെ ഒരു റൈറ്റിന്റെ വയലേഷൻ ആണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അത് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തതാണ് ഒരു ടോർട്ടാണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ എലമെന്റ് ആണ് അവിടെ നടന്നേക്കുന്ന ആ ഒരു ആക്ട് അത് സിവിൽ നേച്ചറിലുള്ള ഒരു കാര്യമായിരിക്കണം. അല്ലാതെ മോണിറ്ററി കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോണിറ്ററി കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിവിയർ അല്ലാത്ത സിവിൽ നേച്ചറിലുള്ള ചെറിയൊരു ഒഫൻസ് ആണെന്നും കൂടി തെളിയിക്കണം. ഷഹദ കൊലപാതകമാണ് നടത്തിയത് എങ്കിൽ വി കനോട്ട് കൺസിഡർ ദിസ് ആക്ട് ആസ് എ ടോർഷ്യസ് ആക്ട്. ഇതിനെ ടോർട്ട് എന്ന് വിളിക്കാൻ നമുക്ക് പറ്റൂല. ഇത് ക്രൈമാണ്, കംപ്ലീറ്റ്ലി ഇതിന്റെ അപ്പുറത്തോട്ട് വരുന്ന കേസാണ്, ഒഫൻസ് ആണ്, ക്രൈമാണ്, പണിഷബിൾ അണ്ടർ BNS, ഭാരതീയനായ സംഹിതയിലാണ് അതിന്റെ പണിഷ്മെന്റും കാര്യങ്ങളും പറയുന്നത്. BNS സെക്ഷൻ 101 ഒക്കെ എടുത്ത് നോക്കണം, അവിടെയാണത്. ഇത് ടോർട്ടിന്ന് പോകും, സിവിൽ നേച്ചറിന്ന് പോകും. അപ്പോൾ ഒരു ടോർട്ട് നമുക്ക് പറയണമെങ്കിൽ ഒഫൻസ് സിവിൽ നേച്ചർ ആയിരിക്കണം, അതായത് ഗ്രാവിറ്റി കുറഞ്ഞ, അഗ്രവേറ്റഡ് അല്ലാത്ത, സിവിയർ അല്ലാത്ത രീതിയിലുള്ള ചെറിയ ഒഫൻസ് ആയിരിക്കണം, മോണിറ്ററി കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന നേച്ചറിലുള്ള ഒരു ഒഫൻസ് ആയിരിക്കണം എന്നുകൂടെ നമ്മൾ തെളിയിക്കണം. ഈ 3 എലമെന്റ്സ് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഒരു എലമെന്റ് ആണ് എന്ത് ചെയ്യണം, ഷഹദ എന്ന വ്യക്തി ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നതിനോടൊപ്പം ബൈ ഹെർ ആക്ട് സെക്കൻഡ് പേഴ്സണ് ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഈ ഒരു സമയത്താണ് നമുക്ക് ഇഞ്ചൂറിയ സൈനി ഡാംനോ സൈനി ഇഞ്ചൂറിയ എന്ന മാക്സിംസിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇഞ്ചൂറിയ സൈനി ഡാംനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ആ ഒരു വാക്കിന്റെ അർത്ഥം ഈ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ മതി. ഇഞ്ചൂറിയ മീൻസ് ലീഗൽ റൈറ്റ് വയലേഷൻ. ഇഞ്ചൂറിയ എന്ന വാക്കിന്റെ അർത്ഥം ഇത്ര എടുത്താൽ മതി, ലീഗൽ റൈറ്റ് വയലേഷൻ. സൈനി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, ഉണ്ടായിട്ടില്ല. ഡാംനോ എന്ന് പറഞ്ഞാൽ ഡാമേജ്, മോണിറ്ററി ലോസ്. അപ്പൊ ഇഞ്ചൂറിയ സൈനി ഡാംനം, അതായത് there has been ലീഗൽ റൈറ്റ് വയലേഷൻ വിത്തൗട്ട് മോണിറ്ററി ലോസ്. ഒരാൾക്ക് ലീഗൽ റൈറ്റിന്റെ വയലേഷൻ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് പേഴ്സണലി പ്രത്യേകിച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഡാംനം സൈനി ഇഞ്ചൂറിയ, അതായത് ഒരാൾക്ക് മോണിറ്ററി ലോസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അയാളുടെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ, ഈ രണ്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ 2 കേസ് ലോസ് നമുക്ക് ടോർഷ്യസ് ആക്ടിന്റെ അല്ലെങ്കിൽ ടോർട്ട് സബ്ജക്റ്റിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. ഈ ഒരു കേസിന്റെ അകത്ത് ആഷ്ബി എന്ന് പറഞ്ഞ വ്യക്തി വോട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലും. റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള ആള് ആഷ്ബി എന്ന് പറഞ്ഞ വ്യക്തിയെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കാലങ്ങൾ കഴിഞ്ഞു, ആഷ്ബി കേസ് കൊടുത്തു റിട്ടേണിംഗ് ഓഫീസറിനെതിരെ. ആ സമയമായപ്പോഴേക്കും ഓൾറെഡി ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാനല്ലേ. ആഷ്ബി എന്ന് പറഞ്ഞ വ്യക്തി വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആള്, വോട്ട് ചെയ്യാൻ പറ്റിയില്ല, ഉദ്ദേശിച്ചിരുന്ന ആള് ജയിക്കുകയും ചെയ്തു ഇലക്ഷനിൽ. ഇൻ ദിസ് ഇൻസ്റ്റൻസ് കോടതിയുടെ മുമ്പ് കേസ് വന്നപ്പോൾ ഓപ്പോസിറ്റ് റിട്ടേണിംഗ് ഓഫീസറിന്റെ വക്കീല് പറഞ്ഞു, അവിടെ അദ്ദേഹം ഉദ്ദേശിച്ച ആള് ജയിച്ചല്ലോ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ കേസ് നിലനിർത്തണം എന്ന് ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞു, ഇത് ഇഞ്ചൂറിയ സൈനി ഡാംനം നടന്ന കേസാണ്. അതായത് ഇവിടെ
ഈ വ്യക്തിക്ക് പ്ലെയിന്റിഫ് ആയിട്ടുള്ള കേസ് കൊടുത്ത ഈ ആഷ്ബിക്ക് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ മോണിറ്ററി ലോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ് ടു വോട്ട് എന്നുള്ളത് ഒരാളുടെ റൈറ്റ് ആണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു, അത് അവിടെ ലംഘിക്കപ്പെട്ടു, ഹനിക്കപ്പെട്ടു, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ റൈറ്റിന്റെ വയലേഷൻ അവിടെ നടന്നിട്ടുണ്ട്. മോണിറ്ററി അല്ലെങ്കിൽ മറ്റ് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം. ഇഞ്ചുറിയ സൈനി ഡാമിനോ മീൻസ് ഇഞ്ചുറി, ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവിടെ മോണിറ്ററി കോമ്പൻസേഷൻ, മോണിറ്ററി ഡാമേജോ ലോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ലീഗൽ റൈറ്റിന്റെ വയലേഷൻ മാത്രം ഉണ്ടായ കേസസിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, അഗ്രീഡ് പാർട്ടി ആയിട്ടുള്ള നമ്മുടെ പ്ലെയിന്റിഫിന്, പരാതിക്കാരന് കോമ്പൻസേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കോടതി പറഞ്ഞു. അപ്പൊ ഈ ഒരു ഇൻസ്റ്റൻസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലത്ത് നമുക്ക് നഷ്ടങ്ങൾ, വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല. നമ്മുടെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കോടതി നമ്മുടെ കൂടെ നിൽക്കും, നമുക്ക് വേണ്ട കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ മാക്സിമി പറയുന്നത്. ഇഞ്ചുറിയ സൈനി ഡാമിനോ, യെസ്, ദി മാക്സിം ഇഞ്ചുറിയ സൈനി ഡാമിനോ ഡിസ്ക്രൈബ്സ് ആൻ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ് വിച്ച് ഇസ് ആക്ഷനബിൾ അണ്ടർ ടോർട്ട് ലോ. എന്താ ഇതിന്റെ അർത്ഥം? ഇഞ്ചുറി ഉണ്ടായി പക്ഷെ ഡാമേജ് ഉണ്ടായിട്ടില്ല. ഇഞ്ചുറി മീൻസ് legal right violation. It occurs when a person experiences a legal injury without actual loss, meaning their legal right has been infringed by another individual. അതെ, മറ്റൊരാള് നമ്മുടെ വ്യക്തിയുടെ ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വ്യക്തിക്ക് പ്രത്യേകിച്ച് മോണിറ്ററി ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കോടതി പറയുന്നത് ലീഗൽ റൈറ്റിന്റെ വയലേഷൻ മാത്രം ഉണ്ടായ കേസസിൽ പോലും അത് ആക്ഷനബിൾ ആണ്. കോടതി പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും, അഗ്രീഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്ക് കോമ്പൻസേഷൻ നേടിക്കൊടുക്കും. ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്. ആൻ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ഓഫ് ദി മാക്സിം ഇസ് ദി ലാൻഡ്മാർക്ക് കേസ് ഓഫ് ആഷ്ബി വേഴ്സസ് വൈറ്റ്, വേർ മിസ്റ്റർ ആഷ്ബി ദി പ്ലെയിന്റിഫ് വാസ് പ്രിവെന്റഡ് ഫ്രം വോട്ടിംഗ് ബൈ മിസ്റ്റർ വൈറ്റ്. നമ്മുടെ ആഷ്ബി എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള വൈറ്റിനാൽ തടയപ്പെട്ടു. വൈറ്റ് എന്ത് ചെയ്തില്ല, ആഷ്ബിയെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ദി കോൺസ്റ്റബിൾ, റിട്ടേണിംഗ് ഓഫീസർ, ദി പ്ലെയിന്റിഫ് വാസ് എ ക്വാളിഫൈഡ് വോട്ടർ ഇൻ എ പാർലമെന്ററി ഇലക്ഷൻ. നമ്മുടെ പ്ലെയിന്റിഫ്, പരാതിക്കാരൻ, ഒരു ക്വാളിഫൈഡ് വോട്ടർ ആയിരുന്നിട്ട് പോലും സമ്മതിച്ചില്ല. ദി ഡിഫൻഡന്റ് ആൻഡ് റിട്ടേണിംഗ് ഓഫീസർ റോങ്ലി റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദി പ്ലെയിന്റിഫ് വോട്ട്. പ്ലെയിന്റിഫിന്റെ വോട്ട് രേഖപ്പെടുത്താനുള്ള സമ്മതം ഡിഫൻഡന്റ് ആയിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസർ കൊടുത്തില്ല. ഓൾദോ ദി പ്ലെയിന്റിഫ് സഫേർഡ് നോ ഡാമേജ് സിൻസ് ദി കാൻഡിഡേറ്റ് ഹി വിഷ്ഡ് ടു വോട്ട് ഫോർ ഹാഡ് ഓൾറെഡി വോൺ ദി ഇലക്ഷൻ. ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വിചാരിച്ച വ്യക്തി ജയിച്ചു, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നഷ്ടമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ദി ഡിഫൻഡന്റ് വേർ സ്റ്റിൽ ഹെൽഡ് ലയബിൾ. കോടതി ഈ കേസിനകത്ത് ഡിഫൻഡന്റ്, അതായത് ഓപ്പോസിറ്റ് പാർട്ടി ലയബിൾ ആണ്, ഉത്തരവാദിയാണെന്ന് കോടതി പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ്, കോടതി പറഞ്ഞത് ഡാമേജ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു പെക്യുനറി ലോസ്. ഒരാൾക്ക് നഷ്ടമുണ്ടാകുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമോ കാര്യങ്ങളോ മാത്രമല്ല. ആസ് ഇഞ്ചുറി ഇംപ്ലൈസ് ഡാമേജ്, ഒരാളുടെ ലീഗൽ റൈറ്റിന്റെ വയലേഷനും അയാൾക്കുള്ള ഒരു ഡാമേജ് തന്നെയാണ്. അപ്പോൾ മോണിറ്ററി ആയിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, അയാളുടെ റൈറ്റിന്റെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കാം, കോടതി കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞൊരു കേസാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. അപ്പൊ ഈ ഒരു മാക്സിമിലൂടെ, ഈ ഒരു കേസിലൂടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു കേസിന്റെ അകത്ത് ഇഞ്ചുറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലീഗൽ റൈറ്റിന്റെ വയലേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഡാമേജോ മോണിറ്ററി ലോസോ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇറ്റ് ഈസ് ആക്ഷനബിൾ ഇൻ ദി കോർട്ട് ഓഫ് ലോ. കോടതി കേസ് എടുക്കും. ഇനി നേരെ തിരിച്ച് വേറൊരു സാഹചര്യമുണ്ട്, ഡാംനം സൈനി ഇഞ്ചൂറിയ. ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു സ്ഥലത്ത് മോണിറ്ററി ലോസും കാര്യങ്ങളും ഉണ്ടായി, പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഒന്നും നടന്നിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ആക്ഷനബിൾ. ഇത് ആക്ഷനബിൾ അല്ല കേട്ടോ. ഉദാഹരണത്തിന്, ഞാനൊരു തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ തട്ടുകടന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്തു, അനീസ് വന്നിട്ട് പുതിയൊരു തട്ടുകട ഇട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അനീസ് പുട്ടിന് 10 രൂപ, പൊറോട്ടക്ക് 5 രൂപക്ക് വിൽക്കാൻ തുടങ്ങി. ഞാൻ 15 രൂപക്കാണ് പുട്ട് വിറ്റത്, പൊറോട്ട 10 രൂപക്കാണ് വിറ്റത്. ആൾക്കാരെല്ലാവരും എന്ത് ചെയ്തു, എന്റെ കസ്റ്റമേഴ്സ് എല്ലാം അനീസിന്റെ കടയിലോട്ട് പോകാൻ തുടങ്ങി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എനിക്ക് മോണിറ്ററി നഷ്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അനീസ് അപ്പുറത്ത് കട ഇട്ടത് കൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായി, പക്ഷെ എന്റെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അനീസിന്റെ സ്ഥലത്ത് അനീസ് കടയിട്ടു. അപ്പൊ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായിട്ടില്ല. കോടതി ഈ മാക്സിമിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ആക്ഷനബിൾ. കോടതി ഈ ഒരു മാക്സിമിന്റെ ബേസിസിൽ വരുന്ന ഇഞ്ചുറീസ് പരിഗണിക്കൂല. ഒരാൾക്ക് ഡാംനം മാത്രം ഉണ്ടായി, വിച്ച് മീൻസ് മോണിറ്ററി ലോസ് ഉണ്ടായി, സൈനി ഇഞ്ചൂറിയ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ അയാൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആക്ഷനബിൾ ഇൻ ദി കോർട്ട് ഓഫ് ലോ. കോടതി ഈ കേസിൽ പ്രത്യേകിച്ച് കോമ്പൻസേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് കോടതിക്ക് സാധിക്കില്ല. ദി മാക്സിം ഇസ് ദി ഓപ്പോസിറ്റ് ഓഫ് ദി പ്രീവിയസ് വൺ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ എതിരാണിത്. ഇറ്റ് റെഫേഴ്സ് ടു ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരാൾക്ക് മോണിറ്ററി ലോസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അയാളുടെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ നടക്കുന്നില്ല. ഇൻ ദിസ് കേസ് ദി പാർട്ടി എക്സ്പീരിയൻസ് ആക്ച്വൽ ഫിസിക്കൽ ഓർ മോറൽ ലോസ്.
ഇവിടെ നമ്മുടെ പാർട്ടിക്ക് ലോസ് ഉണ്ടാവുന്നുണ്ട്, ബട്ട് ദർ ഇസ് നോ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദെയർ ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റിന്റെ വയലേഷൻ വരാത്തത് കൊണ്ട് ഇത് ആക്ഷനബിൾ അല്ല. കോടതിക്ക് കേസ് പരിഗണിച്ച് വേണ്ട കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് an example of damnum sine injuria is the case of Gloucester Grammar School case. ഈ കേസിന്റെ അകത്ത് ദി ഡിഫൻഡന്റ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്കൂൾ ഇൻ ദി സെയിം നെയ്ബർഹുഡ് ആസ് ദി പ്ലെയിന്റിഫ് സ്കൂൾ. നമ്മുടെ പരാതിക്കാരൻ സ്കൂൾ വെച്ചതിന്റെ തൊട്ടടുത്ത് തന്നെ ഡിഫൻഡന്റ് രണ്ടാമത് കൊണ്ടുവന്ന് സ്കൂൾ വെച്ചു. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമ്മുടെ പ്ലെയിന്റിഫ് പരാതിക്കാരന് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ അപ്പുറത്ത് കൊണ്ടുവന്ന് സ്കൂൾ വെച്ചപ്പോഴേക്കും വില കുറച്ചപ്പോഴേക്കും എല്ലാ കുട്ടികളും രണ്ടാമത്തെ സ്കൂളിലോട്ട് പോയി. രണ്ടാമത്തെ സ്കൂളുകാരൻ നമ്മുടെ ഒന്നാമത്തെ സ്കൂളിന് ഒരുപാട് നഷ്ടം ഉണ്ടായല്ലോ. രണ്ടാമത്തെ സ്കൂളിലോട്ട് കുട്ടികൾ പോയപ്പോ ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആൾക്കെതിരെ കേസ് കൊടുത്തു. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടി അവിടെ പോയി, ഞങ്ങൾക്ക് മോണിറ്ററി ആയിട്ടുള്ള ഒരുപാട് ലോസസ് ഉണ്ടായി എന്ന്. കോടതി പറഞ്ഞു അയാളുടെ സ്ഥലത്ത് സ്കൂൾ വെച്ചു, നിങ്ങൾക്ക് മോണിറ്ററി ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ഡാംനം സൈനി ഇഞ്ചുറിയാണ്. മോണിറ്ററി കോമ്പൻസേഷൻ മാത്രം ഉണ്ടായി എന്നതിന്റെ പേരിൽ വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി കോസ് ചെയ്യാതെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ആക്ഷനബിൾ ഇൻ ദി കോർട്ട് ഓഫ് ലോ എന്ന് കോടതി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയുണ്ടായി. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഇഞ്ചൂറിയ സൈനി ഡാംനം സൈനി ഇഞ്ചൂറിയ എന്ന രണ്ട് ലീഗൽ മാക്സിംസിലൂടെ നോക്കാനുള്ളത്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. ബേസിക് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആസ്പെക്റ്റിലും എസ്എ ക്വസ്റ്റ്യനിലും എസെൻഷ്യൽസ് ഓഫ് ദി ടോർട്ട് എന്ന രീതിയിലും ഇഞ്ചൂറിയ സൈനി ഡാംനം എന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ രീതിയിലും ഡാംനം സൈനി ഇഞ്ചൂറിയ എന്ന രീതിയിലും ആഷ്ബി വേഴ്സസ് വൈറ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടും ഗ്ലൗസസ്റ്റർ ഗ്രാമർ സ്കൂൾ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടും മൊത്തത്തിൽ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വേണ്ട കൺസിഡറേഷൻ കൊടുക്കുക. സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വല്ല ടോപ്പിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പീനിയൻസ് പറയാം. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്ക് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.